ഹലോ, ഇന്നൊരു ബാൽക്കണി മേക്ക് ഓവറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നോർമൽ ഇതേപോലെയുള്ള ബാൽക്കണീസ് നമുക്കൊരു കോസി ലുക്കൊക്കെ കൊടുത്തിട്ട് എങ്ങനെ നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു കാർപ്പറ്റൊക്കെ ഉള്ളതായിരുന്നു. ഞാനതിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡസ്റ്റിങ്ങും മോപ്പിങ്ങും എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതൊരു ബോറിംഗ് കോർണറും നല്ല കോസി ലുക്കൊക്കെ കൊടുത്തിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതും നമുക്ക് നോ കോസ്റ്റിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും മോട്ടിവേഷനും ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണേ. ഇപ്പോൾ നമ്മൾ ഫ്ലോറെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലീൻ ആക്കിയിട്ടുള്ള കാർപ്പറ്റ് അവിടെ വിരിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഓൾറെഡി ഉള്ള കാർപ്പറ്റ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വിരിച്ചു കൊടുക്കലാണ് ചെയ്യുന്നത്. നമ്മൾ ഏത് സ്പേസാണോ റീഓർഗനൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു മേക്ക് ഓവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്ലേസ് ആദ്യം നമ്മളൊന്ന് അവിടെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. എന്നിട്ട് ആ ഒരു എംപ്റ്റി സ്പേസിലാണ് നമ്മൾ ഇനിയുള്ള റീഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ മേക്ക് ഓവറിൻ്റെ പ്ലാനിങ് ചെയ്യേണ്ടത്. ഒരു ഒക്കുപ്പൈഡ് ആയിട്ടുള്ള സ്പേസും അതുപോലെ ഒരു എംപ്റ്റി സ്പേസും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ബെറ്റർ പ്ലാനിങ് പറ്റുക ഒരു എംപ്റ്റി സ്പേസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു സ്പേസ് ഒന്ന് എംപ്റ്റി ആക്കിയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, കാർപ്പറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഗ്രീനറിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബാൽക്കണിയിൽ ഗ്രീനറി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഗ്രീനറി ആഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ലൈവ് പ്ലാന്റ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ഫേക്ക് പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനുള്ളത് സിസ്റ്ററുടെ വീട്ടിലാണ്. നേരത്തെയുള്ള വീഡിയോസിലെല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഷെൽഫിലുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ ഞാനത് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് DIY ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു കോസ്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബാൽക്കണി എന്ന് പറയുന്നത്. ചെറിയൊരു കാര്യം ആഡ് ചെയ്താൽ തന്നെ നല്ലൊരു ലുക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ക്ലട്ടേഡായിട്ട് വെക്കാണ്ടിരിക്കുക, അതുപോലെ ക്ലീൻ ആ ഒരു ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ക്ലട്ടർ ലുക്ക് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയിട്ടാണ് ബാൽക്കണി എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് ക്ലട്ടർ ഫ്രീ ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി ലൈവ് പ്ലാന്റ്സിന് നമ്മൾ റൂട്ട്സിൽ വെള്ളം കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലീവ്സിലും കൂടെ വെള്ളം കൊടുക്കുക എന്നുള്ളത്. ഇതിപ്പോൾ കുറച്ച് പുതിയ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ചെടികളും കൂടെ ഇതിലുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ റീപോർട്ടിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ടാണ് സെയിം പോട്ടിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെടികളും കാര്യങ്ങളൊക്കെ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ലീവ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കേണ്ടതും കൂടെ ഉണ്ട്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്ലാന്റ്സ് കൂടാതെ തന്നെ ഇതുപോലെയുള്ള കുഞ്ഞ് ഐറ്റംസ് നമുക്ക് ബാൽക്കണിയിൽ സൂട്ടാവുന്ന രീതിയിലുള്ള ഐറ്റംസൊക്കെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെയുള്ള ചെറിയ സ്റ്റൂൾസൊക്കെ ആഡ് ചെയ്യുന്നത് നമുക്ക് ഡെക്കോ പർപ്പസിനായാലും അതുപോലെ ഫങ്ഷണൽ പർപ്പസിനായാലും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള
ടീപ്പോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ലുക്ക് എൻഹാൻസ്മെൻറ്റ് ചെയ്യുമ്പോൾ ലൈറ്റിംഗ് വളരെ മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ സ്ട്രിങ് ലൈറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നൈറ്റിൽ നല്ലൊരു വാം ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഫാമിലിയുടെ ഒപ്പം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും കൂടെ ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്ട്രിങ് ലൈറ്റ് ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബുഷിയായിട്ട് കിടക്കുന്ന അതുപോലെ ലെയർഡായിട്ട് ഹാങ്ങിങ് വരുന്ന രീതിയിലുള്ള ചെടികളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള 1-2 ചെടികളെങ്കിലും നമ്മൾ നമ്മുടെ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊരു ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു കോർണറിലോ ഏതൊരു പ്ലേസിനെയും പെട്ടെന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ചെടികളെന്ന് പറയുന്നത്. അപ്പോൾ മണി പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന നേരത്ത് ഇങ്ങനെയുള്ള ബുഷിയായിട്ടുള്ള ഐറ്റംസൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു കൂട്ടത്തിലുള്ളൊരു ചെടി തന്നെയാണ്. അപ്പോൾ അധികം ഒരുപാട് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓൾറെഡി ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്റ്റൂളിലൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പേസിനനുസരിച്ചിട്ട് ഏതാണോ സൂട്ടാവുന്നത് ആ ഒരു രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഒരെൻഡ് ഇങ്ങനെ പ്ലാന്റ്സ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കവറാകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷനാക്കാൻ പറ്റുന്ന രീതിയിലും കൂടെ വേണം ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ബാൽക്കണിയിൽ സീറ്റിംഗ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. അതിപ്പോൾ നമുക്ക് ചെയർസൊന്നും ഇല്ലെങ്കിലും ഒരു കുഷനൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുഷൻസ് ഇല്ലെങ്കിലും ഇതുപോലെയുള്ള തിക്കായിട്ടുള്ള മാറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട് സീറ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോസി ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പില്ലോസ് അല്ലെങ്കിൽ കുഷൻസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുഷൻസ് എപ്പോഴും ഒരു കംഫർട്ട് തരുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുഷൻസൊക്കെ ആഡ് ചെയ്യുന്നത് നമുക്ക് വളരെ യൂസ്ഫുള്ളും അതുപോലെ ഡെക്കറും കൂടിയിട്ടായിരിക്കും. ഇനി ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീറ്റിംഗ് ഏരിയയുടെ ഒരു എൻഡിൽ ഇതുപോലെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ലീവ്സ് ഉള്ള പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എൻഡിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സീസി പ്ലാന്റ് പോലെയുള്ള പ്ലാന്റ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ ഒന്നുകിൽ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസിൽ ഡിഫറൻസ് കൊടുക്കുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലുക്ക് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മളൊരു ചെറിയ എഫേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നോർമൽ അല്ലെങ്കിൽ ഒരു ബോറിംഗ് ആയിട്ടുള്ള കോർണറോ ബാൽക്കണിയോ ഒക്കെ ഇതുപോലെ കോസി ലുക്കൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കുഷൻസും മാറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫാമിലിക്കൊപ്പം വൈകുന്നേരങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ കൂടിയിട്ടാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള നമ്മളെന്നും കണ്ടു മടുത്തിട്ടുള്ള സ്പേസൊക്കെ ഒന്ന് റീഓർഗനൈസേഷൻ ചെയ്യുക അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മേക്ക് ഓവറൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യം കൂടിയിട്ടാണ്. നമ്മുടെ മൈൻഡിനെ ഫ്രഷാക്കി വെക്കാനും നമ്മളൊരു ന്യൂ സ്പേസിലാണ് ഉള്ളത് എന്നൊക്കെ ഒരു ഫീല് കൊണ്ടുവരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ബാൽക്കണിയുടെ നൈറ്റ് ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.